ഹലോ ഹായ് വെൽക്കം ടു ഓൾ. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് ഗൈഡൻസ് ആണ്. നിങ്ങളിപ്പം കരിയറിലായിക്കോട്ടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിക്കോട്ടെ ഒരു ഉത്തരം കിട്ടാതിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്താ ചെയ്യണ്ടേ ഒന്നും അറിയാതിരിക്കുകയാണെങ്കിൽ, എന്താണ് നിങ്ങളുടെ അടുത്ത് ഏഞ്ചൽസ് പറയുന്നത്, യൂണിവേഴ്സ് എന്താണ് പറയുന്നത്, യൂണിവേഴ്സ് ഗൈഡൻസ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. സോ പൈൽ റീഡിംഗ് ആണ്. ഇവിടെ 2 ഗ്രൂപ്പ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്, 2 തൂവലുകൾ 2 കളറിൽ. ഇത് നമ്പർ 1 ആണ്, ഇത് നമ്പർ 2. ഓക്കെ, ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കളറ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇത് ഗ്രൂപ്പ് നമ്പർ 1, ഇത് ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പ്രശ്നം എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണോ ഉത്തരം വേണ്ടത്, ആ ഒരു കാര്യമെല്ലാം മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. നല്ല രീതിക്ക് തന്നെ ഒന്ന് ആലോചിച്ചെടുക്കുക കറക്റ്റായിട്ട്. നെഗറ്റീവിനെ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് ഗൈഡൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി എങ്ങനെയാണ്, പ്രോബ്ലംസ് എന്താണെന്നുള്ളത് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്ത ആളുകൾക്ക് എൻ്റെ വ്യൂവേഴ്സിനുള്ള യൂണിവേഴ്സ് ഗൈഡൻസ് എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, മൂൺ കാർഡാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. എയ്റ്റ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ എനർജിയാണ് കേട്ടോ. ആൻഡ് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഫോർ ഓഫ് സോർഡ്സും വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് സോർഡ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. ഇവിടെ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ടും താഴ്ന്നു കിടക്കുന്ന ഒരു അവസ്ഥ, നെഗറ്റീവ് എനർജിയാണ് കാണുന്നത്. ഫസ്റ്റ് തന്നെ മൂൺ കാർഡാണ് വന്നിട്ടുള്ളത്. വളരെ പേടിയോ ആൻസൈറ്റിയോ എന്തിനൊക്കെയോ ഭയക്കുന്നതായിട്ടൊക്കെയാണ് ഇവിടെ കാണുന്നത്. എന്താണെന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ. ആൻഡ് സെക്കൻഡ് കാർഡ് എയ്റ്റ് ഓഫ് സൂട്ട്സാ, സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. ഒരുപാട് നെഗറ്റീവ് തോട്ട്സിനെ, അതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യത്തിന് നിങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സ്വയം ഒരു ആക്ഷൻ എടുക്കുന്നില്ല, സ്വയം ഒന്നും തീരുമാനിക്കുന്നില്ല, ഒന്നും ചെയ്യാതെ നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് റിലേഷൻഷിപ്പ് ബേസ് ആയിട്ടായിരിക്കാം കൂടുതൽ ആളുകൾക്കും. കാരണം ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. സ്നേഹിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, ഉത്തരമില്ലാതെ നിൽക്കുന്നത്. ആൻഡ് അഗെയിൻ കൺഫർമേഷൻ വന്നിട്ടുള്ളത് ഫോർ ഓഫ് സോർഡ്സ് ആണ്. ഈ കാർഡും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ അവസ്ഥയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. കുടുങ്ങി നിൽക്കുകയാണ് നിങ്ങൾ, ആക്ഷൻ എടുക്കുന്നില്ല, തീരുമാനം എടുക്കുന്നില്ല. ഓക്കെ, റീസൺ നിങ്ങൾക്കറിയായിരിക്കും, എന്തിനാണ് നിങ്ങളിങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെങ്കിൽ ഒരു കറക്റ്റായിട്ടൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടണില്ല. ആൻസൈറ്റി ആണ്, ഫിയർ ആണ്, നിങ്ങൾ ഡിപ്രസ്ഡ് ആയി പോകുന്നു, ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് വരുന്നു. ചിലപ്പം നടക്കാത്ത കാര്യങ്ങൾ വരെ നിങ്ങൾ നടന്നതായിട്ട് വിചാരിക്കുന്നുണ്ടാകും. ഫോർ എക്സാമ്പിൾ, റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പം വേറെ വ്യക്തിയായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരിക്കും. പക്ഷേ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റിലാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും അവരിപ്പോൾ വേറെ പോയി എന്നുള്ളത്. അത് നിങ്ങൾ തന്നെ സ്വയം ബിൽഡ് ചെയ്തെടുത്ത് വലിയൊരു കാര്യമാക്കിയിട്ട് വെക്കും. ഈഗോ പ്രശ്നം ഇവിടെ കാണുന്നുണ്ട്, പൊസസീവ്നെസ് ഇവിടെ കാണുന്നുണ്ട്. അതായത് സ്നേഹിക്കുന്ന ആളുകളടുത്തുള്ള നിങ്ങളുടെ ആ ഒരു പെരുമാറ്റം,
അല്ലെങ്കിൽ അവർ കാരണം നിങ്ങൾക്കുണ്ടാവുന്ന ഒരു സ്ട്രെസ്സാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നത്. ഫുൾ മൂൺ ആണ് വരുന്നത്. സോ മൂൺ എനർജിയുമായിട്ട് എന്തെങ്കിലും ഒരു ഗൈഡൻസ് നോക്കാം. ഇതിപ്പോൾ നിങ്ങളുടെ ഒരു എനർജിയും നിങ്ങളുടെ സിറ്റുവേഷനും ആണ് പറഞ്ഞത്. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ എനർജീനെ ഫുൾ മൂൺ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഗൈഡൻസ് എന്നൊക്കെ ഉള്ളത് നോക്കാം. തീരുമാനങ്ങൾ മനസ്സിലുണ്ടെങ്കിലും നിങ്ങളൊരു ആക്ഷൻ എടുക്കാത്തതാണ് മെയിനായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഫുൾ മൂണിൻ്റെ എനർജി നിങ്ങളിവിടെ നല്ല രീതിക്ക് എഫക്റ്റ് ആവുന്നുണ്ട്. മേ ബി നിങ്ങൾ മൂഡ് സ്വിങ്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ലോസ് ആയിട്ട് തോന്നുന്നുണ്ട്. കൂടുതൽ ഇവിടെ കാണിക്കുന്നത് ഒരു ഫെമിനിൻ എനർജിയാണ് കൂടുതലായിട്ടും കാണിക്കുന്നത്. മേ ബി വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ കൂടുതലും സ്ത്രീകളായിരിക്കാം. ഓക്കെ, കൂടുതലായിട്ടും കാണുന്നത് ഒരു ഫെമിനിൻ എനർജിയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ മൂണിൻ്റെ സമയത്ത് നിങ്ങളിപ്പോൾ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നിങ്ങൾക്ക് ഫെമിനിൻ എനർജി കൂടുന്നൊരു സമയമായിരിക്കാം. ഓക്കെ, ഒരു ആൾക്ക് മെയിൽ എനർജിയും ഫീമെയിൽ എനർജി ഉണ്ടാവും. ഇതിൽ ഫീമെയിൽ എനർജി നിങ്ങൾക്ക് കൂടുന്നൊരു സമയമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇവിടെ കൂടുതലായിട്ട് ഫെമിനിൻ എനർജിയാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വെറുതെ ദേഷ്യം വരിക, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ്, അതായത് നെഗറ്റീവായിട്ട് തന്നെ നിങ്ങളിങ്ങനെ എത്ര പോസിറ്റീവ് ആവാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് പറ്റുന്നില്ല, ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഫുൾ മൂൺ വന്നതുകൊണ്ടും ആയിരിക്കാം. നമ്മൾ എപ്പോഴും അങ്ങനത്തെ എനർജീസ് വരുമ്പം നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെങ്ങനെയെങ്കിലുമൊക്കെ എന്താ പറയുക, ഒരു റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം ശ്രമിക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ആ ഒരു എനർജി കാരണമാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാവുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ റെസിസ്റ്റ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, ഇവിടെ സ്പിരിച്വാലിറ്റി വന്നിട്ടുണ്ട്. മേ ബി നിങ്ങളിൽ പലവരും ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് ഇറങ്ങി തിരിച്ച ആളുകളായിരിക്കാം. പക്ഷേ ചില സമയത്ത് നിങ്ങൾ എത്രയൊക്കെ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നാലും, അല്ലെങ്കിൽ എത്രയൊക്കെ സെൽഫ് ലവിലേക്ക് വന്നാലും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നിങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചാലും നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ എങ്ങനെയൊക്കെ എന്ത് ചെയ്യാണ്ട് ഇപ്പോൾ പഠിക്കാൻ ശ്രമിച്ചാലും, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ പ്രയർ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലൊന്നും നിങ്ങൾക്ക് ചില സമയത്ത് പറ്റുന്നില്ല. അപ്പം അത് പറ്റാത്തതിൻ്റെ റീസൺ എന്താണെന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നിങ്ങൾ തന്നെ സ്വയം നെഗറ്റീവ് തോട്ട്സിനെ ക്യാരി ചെയ്യുന്നതാണ്. രണ്ടാമത്തതും അത് തന്നെയാണ്, നിങ്ങൾ സ്വയം ഉള്ളിൽ ഇങ്ങനെ വെച്ച് സ്വയം ഇങ്ങനെ ബിൽഡ് ചെയ്തെടുത്ത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കുള്ളൊരു ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബ്ലോക്ക് വരുന്നത്, ഏത് സമയത്താണ് നിങ്ങൾക്ക് വരുന്നത്, അതിനനുസരിച്ച് നിങ്ങൾ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ ഗോൾസ് എവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് ചില സമയത്ത് സ്റ്റക്കായി പോകുന്നത് എന്നുള്ളത്. മറ്റാളുകൾ കാരണം, അതായത് മെയിൻലി നിങ്ങൾ ഒരു ഉത്തരം കിട്ടാതെ അല്ലെങ്കിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ, ഡിപ്രസ്ഡ് സ്റ്റേജൊക്കെ കാണിക്കുന്നുണ്ട്. സോ അങ്ങനത്തെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് വരുന്നത് സ്നേഹിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. സ്നേഹിക്കുന്ന ആളുകളാണ് നിങ്ങൾക്കിത് തരുന്നത്. സ്നേഹിക്കുന്ന ആളുകൾ കാരണമാണ് നിങ്ങൾ ഇങ്ങനെ ആയി പോകുന്നത് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കുക, അങ്ങനെയുള്ള ആളുകളെ റെസിസ്റ്റ് ചെയ്യാൻ പഠിക്കുക. മനസ്സിലായോ? അതായത് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് പ്രോബ്ലം എങ്കിൽ അത് മാനേജ് ചെയ്യാൻ പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പും അല്ല, നിങ്ങൾ റിലേഷൻഷിപ്പായിട്ട് ഇന്നിവിടെ പറയുന്നത് സ്നേഹബന്ധങ്ങളാണ്. മേ ബി അത് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള അവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നെഗറ്റീവ് വൈബ്രേഷൻ നിങ്ങൾക്ക് കൂടുതൽ വരുന്നത് സ്നേഹബന്ധങ്ങളിൽ നിന്നാണ്. ഈ കണ്ണേറ് പോലെയുള്ള കാര്യങ്ങളായിരിക്കാം.
അപ്പം എന്താണെങ്കിലും നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെയെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ വരുന്ന ആളുകളാണ്, അത് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെയാണ് നിങ്ങളെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ സ്വയം സ്വീകരിക്കുക. ഓക്കെ, കാരണം കണ്ണേറ് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അങ്ങനത്തെ കാര്യം പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ ഈ ഒരു ബ്ലോക്കാണ്. ബ്ലാക്ക് മാജിക് പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേടുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ കണ്ണ് തട്ടുക, മറ്റുള്ളവർ നല്ലത് പറയുമ്പോൾ അത് കുടുംബത്തിലുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആൾ തന്നെ ആയിരിക്കാം, ഒരേ ഫീൽഡാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന അസൂയ കാര്യങ്ങൾ, നിങ്ങളുടെ ഉയർച്ചയിൽ ഉണ്ടാവുന്ന ഈഗോ പ്രശ്നങ്ങൾ, ഇതൊക്കെ കണ്ണേറ് തന്നെയാണ്. അപ്പം അതിനുള്ള കാര്യങ്ങൾ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ സ്വയം റെസിസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള എനർജികൾ നിങ്ങളെ എഫക്റ്റ് ആവില്ല. അപ്പോൾ മൂൺ എനർജി ഇവിടെ നിങ്ങളെ നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട്. ഈ ഫുൾ മൂണും അതുപോലെ ന്യൂ മൂണൊക്കെ വരുമ്പോൾ ആ ഒരു എനർജി നിങ്ങളെ എഫക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അതായത് ആ ഒരു വിശ്വാസത്തിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ ഇവിടെ എന്തായാലും നിങ്ങൾ ഇപ്പം ഒരു സാഡായിട്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു ഗ്ലൂമി ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൂഡില്ലാതെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അത് ഈ ഒരു എനർജി കാരണമാണ്, ആൻഡ് അത് ബന്ധങ്ങൾ കാരണം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് ചെയ്യാന്നുള്ളത്. ഏഞ്ചൽസ് എന്താണ് പറയുന്നത് എന്തെങ്കിലും കുറച്ചും കൂടി നോക്കാം. പ്രൊജക്ഷൻസ് വന്നിട്ടുണ്ട്. സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ നിഴലിനെ, അതായത് ഈ എടുത്ത് വെച്ചേക്കുന്ന ഈ ഒരു ബ്ലാക്കിനെ എടുത്തു മാറ്റുക എന്നുള്ളത്, ഡാർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഇരുട്ട് നിറഞ്ഞു കിടക്കുന്നതിന് ഹീൽ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അത് ഹീൽ ചെയ്ത് കളയുക. നിങ്ങൾക്ക് വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് അതിനെ കത്തിച്ചിട്ട് കളയാം. ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം, പ്രെയർ ചെയ്യാം. ചേഞ്ച് ആണ് പറയുന്നത്. ഓക്കെ, ആ ഒരു ഉള്ളിലുള്ള ഇരുട്ടിനെ എടുത്തു കളഞ്ഞിട്ട് ചേഞ്ചിനെ കൊണ്ടുവരാൻ തന്നെയാണ് പറയുന്നത്. ഇവിടെ ഒരിക്കലും നിങ്ങളുടെ ഒരു ന്യൂ വിഷൻ കണ്ടോ, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാനാണ് പറയുന്നത്. അതിനെ ഒന്ന് എടുത്തു കളഞ്ഞിട്ട് നിങ്ങളുടെ ഒരു പുതിയ എനർജീനെ സ്വീകരിക്കൂ. അപ്പം ഇവിടെ റിലേഷൻഷിപ്പ് എന്നോ അല്ലെങ്കിൽ കരിയർ എന്നോ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എവിടെയാണോ ഉത്തരം കിട്ടാത്തത്, അതിൽ നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതിൻ്റെ റീസൺ നിങ്ങൾ തന്നെയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. സോ അതിനുള്ള ഉത്തരവും നിങ്ങൾ തന്നെയാണ്. ബന്ധത്തിലായാലും എവിടെയാണെങ്കിലും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ നെഗറ്റീവ് തോട്ട്സിന്, അല്ലെങ്കിൽ അത് ഉള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ, നിങ്ങൾ അതിനെ റിമൂവ് ചെയ്ത് കളയുക. അതിനുശേഷം സ്വയം ഒന്ന് ഉയർത്തെഴുന്നേൽക്കാനാണ് പറയുന്നത്, ഹീലിംഗ് കൊടുക്കാനാണ് പറയുന്നത്. ആ ഒരു എന്താ പറയുക, ആ ഒരു ഇരുട്ടിനെ എടുത്തു കളഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ചേഞ്ചാണ്, ഹീലിംഗ് ആണ്. ഓക്കെ, അവിടെയാണ് നിങ്ങൾക്കുള്ള ഉത്തരവും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം പുതിയതായിട്ട് ഇങ്ങനെ തോന്നി തുടങ്ങും, ഉത്തരങ്ങൾ വന്നു തുടങ്ങും എന്നുള്ളതാണ്. ഏഞ്ചൽ മെസ്സേജും കൂടി നോക്കാം. ഏഞ്ചൽ കാർഡ്സ്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. സമാധാനപരമായിട്ടിരിക്കുക, നെഗറ്റീവ് തോട്ട്സിനെ റിമൂവ് ചെയ്യുക. നിങ്ങൾക്കുള്ളത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും എന്നുള്ളത്. അതിന് വലിയ താമസമൊന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ആക്ഷൻ എടുക്കാൻ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങളുടെ എനർജിക്ക് കാരണം നിങ്ങൾ തന്നെയാണ്. സോ നിങ്ങൾ തന്നെയാണ് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവേണ്ടത്. അപ്പോഴേ നിങ്ങൾക്ക് ഉത്തരം കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിംഗ് ആണിത്. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഗ്രൂപ്പ് നമ്പർ 2ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഗ്രൂപ്പ് നമ്പർ 2 ഈ ഒരു കളർ ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലേക്ക് നല്ലോണം കൊണ്ടുവരിക, ബ്രീത്തിങ് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്തിട്ട്. എന്തിനാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടാത്തത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് മനസ്സിലേക്ക് കൊണ്ടുവരിക കേട്ടോ.
നിങ്ങളുടെ എനർജി എങ്ങനെയാണുള്ളത് എന്നുള്ളത് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2. ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. എംപ്രസ് വന്നിട്ടുണ്ട്. സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. എയ്റ്റ് ഓഫ് പെൻഡക്കിളും വന്നിട്ടുണ്ട്. പേജ് ഓഫ് വാൻസ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. എനിക്ക് ഗ്രൂപ്പ് നമ്പർ 1ൻ്റെ അത്രയും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളെ അല്ല ഗ്രൂപ്പ് നമ്പർ 2 ആയിട്ട് കാണുന്നത്. സെൽഫ് ലവ് ചെയ്യുന്ന, സ്വന്തം കാര്യത്തിൽ ഇരുന്ന് എഫേർട്ട് എടുക്കുന്ന ആളുകളെയാണ് ഇവിടെ കാണുന്നത്. ഫസ്റ്റ് തന്നെ ഹൈ പ്രീസ്റ്റസ് വന്നുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളിലേക്ക് തന്നെയാണ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഹീലിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ സന്തോഷവതിയാണെന്നുള്ള രീതിയിലാണ് കാണുന്നത്. സെൽഫ് ലവ് ആണ്, സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കൊടുത്തു തുടങ്ങിയതായിരിക്കാം. ഇങ്ങനെയുള്ള പേഴ്സൺ ആയിരുന്നിട്ടുണ്ടാവില്ല നിങ്ങൾ. ഇപ്പം നിങ്ങൾ എല്ലാം പഠിച്ച് പാഠങ്ങളെല്ലാം പഠിച്ചു വന്നപ്പോൾ നിങ്ങൾ സ്വയം അങ്ങനെ ആയി മാറിയതായിരിക്കാം. എനിവേ എന്താണെങ്കിലും നല്ലൊരു മാറ്റമാണത്. ആൻഡ് സ്റ്റാർ കാർഡ് വന്നതുകൊണ്ടും നിങ്ങൾ ഇപ്പോഴും ഹീലിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രൈ ചെയ്യുന്നുണ്ടാകാം, ചില ആളുകൾ ട്രൈ ചെയ്യുന്നുണ്ടാകാം മാറ്റത്തിന് വേണ്ടിയിട്ട്. ഒരു സ്പിരിച്വാലിറ്റി തിരഞ്ഞെടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള ആളുകളെയാണ് കാണുന്നത്. ആൻഡ് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എഫേർട്ട് എടുക്കുന്നത്. വളരെ ക്ഷമയോടെ, വളരെ അധ്വാനിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ ഉണ്ടായിരുന്ന ആളായിരിക്കില്ല ഇങ്ങനെ. ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരു പോസിറ്റീവ് കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഗ്രൂപ്പ് നമ്പർ 2. സോ നിങ്ങൾക്കിവിടെ എന്താണ് നിങ്ങൾക്കിവിടെ ആൻസർ കിട്ടാത്തത് എന്നുള്ളത് വ്യക്തമല്ല. കുറച്ചും കൂടി ടാരോട്ട് കാർഡ്സ് എടുത്ത് നോക്കാം. എന്താ നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത്. പോസിറ്റീവ് എനർജിയിലാണ് നിങ്ങളുള്ളത്. ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ഹോപ്പ് കൊടുക്കുന്നുണ്ട്. ആ ഹോപ്പ്, അതായത് ആ ഒരു ഹോപ്പ് കൊടുത്തുകൊണ്ട് നിങ്ങൾ വളരെയധികം എഫേർട്ട് എടുക്കുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരു ആൻസർ കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ ഹോപ്പ് കൊടുക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ലായിരിക്കാം. ഇതായിരിക്കാം നിങ്ങളുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഡെത്ത് കാർഡാണ്. ഫൈവ് ഓഫ് കപ്സ് ആണ്. മദർ ഓഫ് വാൻസ് ആണ്. 10 ഓഫ് കപ്സ്. ഓക്കെ, എഗെയിൻ പോസിറ്റീവ് തന്നെയാണ്. ഐ തിങ്ക് ഇവിടെ തോന്നുന്നു നിങ്ങൾ കൊടുക്കുന്ന ഹോപ്പിനുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷെ എഗെയിൻ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടാവാം. അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ കരിയർ ആയിരിക്കാം, എന്തുമായിരിക്കാം. ഇവിടെ പ്രത്യേകിച്ച് എന്താണെന്നുള്ളതൊന്നും കാണിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ എന്തിനോ വേണ്ടിയിട്ടുള്ളൊരു പ്രതീക്ഷ കൊടുക്കുകയും അതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ കരിയറോ ആയിരിക്കാം, നിങ്ങളുടെ ജോലിയോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എന്താണെങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു നിങ്ങൾ കൊടുക്കുന്ന പ്രതീക്ഷയ്ക്ക് ഒരു ആൻസർ കിട്ടാത്തത്? അതായിരിക്കാം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ടെൻഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം. സോ നമുക്ക് ഏഞ്ചൽ മെസ്സേജ് നോക്കാം. ആദ്യം ഫുൾ മൂൺ ആണ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ, അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ എനർജിയിൽ എഫക്റ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കാം. ഹോൾഡ് യുവർ വിഷൻ ആണ് കേട്ടോ. മെഡിറ്റേറ്റ് ആൻഡ് കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട്. ഒരു പവർഫുൾ ചേഞ്ച് കാണിക്കുന്നുണ്ട്. കംഫർട്ട് സോൺ കാണിക്കുന്നുണ്ട്. ലക്കി സോൺ യുവർ സൈഡ്. ഇതെല്ലാം വളരെ പോസിറ്റീവ് കാർഡ്സ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
നിങ്ങളിപ്പം സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. മെഡിറ്റേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തോളൂ എന്നുള്ളതാണ്. അതെന്തോ ആയിക്കോട്ടെ, അത് കംപ്ലീറ്റ് ചെയ്തോളൂ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാകും. അതായത് മാനിഫെസ്റ്റ് ചെയ്യുക, ചേസിങ് നിർത്തിയിട്ട് നോ കോണ്ടാക്ട് റൂളൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, ആ ഒരു കാര്യം ഇപ്പോൾ റിസൾട്ട് വരുന്നില്ലല്ലോ എന്ന് കരുതി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട, അത് കംപ്ലീറ്റ് ചെയ്തോളൂ. അത് വരും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അത് നിങ്ങളിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്കുള്ളൊരു ആൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരം വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഇവിടെ യെസ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കത് എത്തി, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് തന്നെയാണെന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ പോസിറ്റീവായിട്ട് എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഏഞ്ചൽ മെസ്സേജ് എടുത്ത് നോക്കാം. ഹാർമണി, പ്രൊജക്ഷൻസ്, മൊമെന്റ് ടു മൊമെന്റ്, മെച്യൂരിറ്റി. അതുതന്നെയാണ് പറയുന്നത്. നിങ്ങൾ സ്വയം നിങ്ങൾക്കൊരു സമയം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ മെച്യൂരിറ്റി വന്നു തന്നെയാണ്. എല്ലാ കാര്യത്തിലും മെച്യൂരിറ്റി വേണം. ലൈഫിലെ ഏതൊരു കാര്യത്തിനും മെച്യൂരിറ്റി വേണം. നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനും ഒരു മെച്യൂരിറ്റി വേണം. സോ ഇവിടെ പ്രൊജക്ഷൻസ് എന്നൊരു കാർഡ് വന്നത്, നമ്മൾ ഒരുപാട് തവണ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം അവിടെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മടുപ്പ് വരും. ആ ഒരു മടുപ്പ് വേണ്ട എന്നുള്ളതാണ്. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോളുക. പെട്ടെന്ന് ഒരു നെഗറ്റീവിനെ കയറ്റേണ്ട കാര്യമില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണിത്. ആൻഡ് പിന്നെ വന്നിട്ടുള്ളത് ഹാർമണി, മൊമെന്റ് ടു മൊമെന്റ് ആണ്. വളരെ പോസിറ്റീവാണ്. നിങ്ങൾക്കുള്ള ഹാപ്പി മൊമെന്റ് എത്തുകയാണെന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് വളരെയധികം ഈ ഒരു പോസിറ്റീവ് കാര്യത്തിനെ അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിലൂടെ പോകുന്ന ആളുകളാണെങ്കിൽ ഈ ഫുൾ മൂൺ സമയത്തൊക്കെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അറിയുമായിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളുകളാണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ സ്പിരിച്വാലിറ്റി വേവ് ലെങ്ത്തിൽ പോകുന്നവരാണെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ സെൽഫ് ലവ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മെഡിറ്റേഷൻ ചെയ്യുക, അങ്ങനത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് പോസിറ്റീവായിട്ട്, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഹോൾഡ് യുവർ വിഷൻ എന്ന് പറയുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ഇൻഡ്യൂഷൻ ഉണ്ടാവും. നിങ്ങളുടെ ഇൻഡ്യൂഷൻ വിശ്വസിച്ച് പോകുന്ന ആളുകളായിരിക്കും. ഇപ്പം പുറത്തുനിന്ന് ഒരാൾ വന്ന അഭിപ്രായം പറഞ്ഞാലോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു തന്നാലോ തീരുമാനമെടുക്കുന്ന ആളുകളായിരിക്കില്ല. സ്വയം എന്താണോ ഉള്ളിൽ തോന്നുന്നത് അതിനനുസരിച്ച് തീരുമാനമെടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു റിസൾട്ട് കിട്ടാതാകുമ്പോൾ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവും. അത് വേണ്ട കാര്യമില്ല. ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക്. കാരണം നമുക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ടൈം ഉണ്ടാവുമായിരിക്കും. ഓക്കെ, എ ടൈം ഫോർ ഹീലിംഗ് ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ടൈമിലെത്തും. നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയിലാണ്. അബൻഡൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ, ഹാർമണി ഒക്കെ കാണിക്കുന്നുണ്ട്. ഹാർമണി എന്നൊക്കെ പറയുമ്പം മേ ബി നിങ്ങൾ ഈ ഒരു ഹോപ്പ് കൊടുക്കുന്നത് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നത് റിലേഷൻഷിപ്പിനൊക്കെ ആണെങ്കിൽ എക്സാക്ട്ലി അവരെത്തും എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാന്നേ ഉള്ളൂ. ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാതെ മൂവ് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അധികം ഗൈഡൻസും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്കൊരു യെസ് ഓർ നോ പോലെയുള്ളൊരു ആൻസറാണ് വേണ്ടെന്ന് തോന്നുന്നു. സോ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഹോപ്പിനുള്ളൊരു റിസൾട്ട് കിട്ടും. അതൊരു യെസ് ആണ്. അങ്ങനെയുള്ളൊരു ആൻസറാണ്. അപ്പം ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിംഗ് ഇതാണ്. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.